ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിപാടി നമ്മൾ മുളകും മല്ലിയും മേടിച്ചിട്ടുണ്ട് ഇടി. അപ്പൊ അതിനെല്ലാം കഴുകി ഉണക്കിയാല് നല്ല കളറെല്ലാം കിട്ടും, അതിന്റെ നല്ല ഉണ്ടാവും. അപ്പൊ അത് ചെയ്യാന്നുണ്ട്, അങ്ങനെ കൊടുന്നിട്ടുണ്ട് പാലട്ട. അത് പറഞ്ഞാ എവിടെല്ലോ ഉണക്കിട്ട് എന്തല്ലോ അതെ അതെ അങ്ങനെ നമ്മൾ പൊടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാ അതിന് നല്ല കഴുകണോ. അപ്പൊ ധൂളും പിന്നെ അതിന്റെ ഒരു മണ്ണ് പോലെ ഉണ്ടാവും, വെള്ളം നോക്കാം എന്തോ സൂക്കടെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പോവും. കഴുകി എടുത്തിട്ട് നമുക്ക് നല്ലോണം ഉണക്കി വെയിലത്തിട്ടിട്ട് എന്നിട്ട് പൊടിക്കാം. നല്ല വെയിലുണ്ട് ഇപ്പോ. അതെ, നമ്മള് കഴിഞ്ഞ കൊല്ലം അങ്ങനെ ആക്കി തന്നെ. അപ്പൊ അത് തീർന്ന് പിന്നെ മഴക്കാലത്തൊന്നും എവിടെയും പോകണ്ട. അപ്പൊ ഷാപ്പിൽ പോയിട്ട് കുറച്ചൊന്നും മേടിക്കണ്ട, പൊടിച്ച് വെച്ചാ ഒരു വലിയ ഡബ്ബയിലിട്ട് വെച്ചാ അങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പൊ കഴുകാൻ പോവാം. മുളക്, എരിവുള്ള മുളക് ഇതല്ലേ ചെറിയ മുളക് മാത്രം, നല്ല എരിവുണ്ടാവും. കാശ്മീർ മുളക് കളറ് അത്ര എരിവില്ലാത്ത മുളക് ഇത്. അപ്പൊ ഇതിൽ നോക്കി എത്ര ധൂളുണ്ട് ഇപ്പോഴേ കാണാതാ. എന്താ ഇതിൽ നോക്കി എത്ര ഇതുണ്ടെന്ന്, പൊടി ധൂള് എല്ലാം എന്താ. മല്ലിയിലും നോക്ക് ഇതാ എങ്ങനെയുണ്ട് ധൂള്, കളറ് ഒരു വേറെ പോലെ ഉണ്ട്. അപ്പൊ നമ്മൾ കഴുകി ഉണക്കുമ്പോ നല്ല ഉണ്ടാവും. അത് കഴുകാൻ പോകാം. ഇങ്ങനെ തുണി കെട്ടിക്കളയാ. ഇങ്ങനെ കെട്ടിയെങ്കില് ഇതിലിടാ, മല്ലി ഇട്ട് കൊടുക്കാൻ. നല്ല പാങ്ങില് കഴുകിയെടുക്കപ്പോ. അപ്പൊ ഇത് വെള്ളത്തിൽ നനയുന്നത് കുറച്ച് നേരെ പിടിക്കണം. മണമൊക്കെ മല്ലിന്റെ നല്ല മണം അല്ലേ. അതെ, അപ്പൊ നല്ല ഇങ്ങനെ തിരുമ്പി കഴുകി കൊടുക്കാം. നമുക്ക് ഇതിനെ കോരി എടുക്കാം. അതെ, അങ്ങനെ എടുത്ത വെള്ളം ഇതാക്കി പോലെ ഈ ബക്കറ്റിലേക്ക് ഇടാം. ഇപ്പൊ ഇതില് ബാക്കി ഉണ്ടാവുമല്ലേ വെള്ളം, ഈ പാത്രത്തിന്റെ ബാക്കിയുള്ള വെള്ളം ഈ തുണിന്ന് ഇങ്ങനെ ഇറങ്ങി പോവല്ലേ. അതിന്റെ ഐഡിയസ് അത്. അപ്പൊ വെള്ളം താഴെ ഉണ്ട്, മല്ലിയെല്ലാം മേലെ. അതെ, ചോദിച്ചു വന്ന ഈ മുളകും മല്ലി കഴുകണോ അല്ല അങ്ങനെ പൊടിക്കുന്നതാണ്. അപ്പൊ എല്ലാരും പറയുന്നത് എന്ത് പറഞ്ഞാൽ അങ്ങനെ പൊടിക്കുന്നതിന് ഇതില് കൊറേ ഈ രോമങ്ങള് എന്തെല്ലോ ഉണ്ട് ഇതില്. കണ്ടോ, അതറിയോർത്ത് കഴുകിയിട്ട് ഒന്ന് ഉണക്ക. ഏതായാലും നല്ല വെയിലുണ്ടല്ലോ, എന്തായാലും കഴുകിട്ട് നോക്കാ പറഞ്ഞിട്ട് അങ്ങനെ കഴുകിയിട്ടുള്ളത്. പിന്നെ ചിലര് വിചാരിക്കും അയ്യോ എന്താ മുളകും മല്ലിയെല്ലാം കഴുകണത് എന്ന് പറഞ്ഞിട്ട്. കഴുകിട്ട് ആവുമ്പോൾ അതിന്റെ കളർ ഉണ്ടല്ലോ, ആ വെള്ളത്തിന്റെ കളറ്, അയ്യോ എങ്ങനത്തെ കളറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചളി പിടിച്ച കളർ ഉണ്ടായി. ഇപ്പൊ മല്ലി കഴുകിയപ്പോ ഇനി നമുക്ക് മുളകൊന്ന് കഴുകിട്ട് നോക്കാം. ഇതിങ്ങനെ നമ്മള് എല്ലാം കഴുകിട്ട് വൃത്തിയാക്കിട്ട് ഇത് എവിടെയോ ഉണക്കണതല്ല. നമ്മള് നീട്ടായിട്ട് കൈക്ക് ഉണക്കി പൊടിച്ചാല് പിന്നെ നമുക്ക് ഏത് അസുഖവും വരില്ല. നമ്മൾ മാത്രല്ല എല്ലാരും ഇതേമാതിരി ആക്കണം. എന്താ കളറല്ലേ, കാശ്മീർ ചില്ലി. ഇപ്പൊ നോക്ക്, നമ്മളിത് കഴുകണ മുമ്പേ എങ്ങനെ ഉണ്ടായി. ഇപ്പൊ നോക്ക്, നോക്ക് എങ്ങനെ ഉണ്ട്. അതെ, ഇത്ര മതി. ഭയങ്കര കാറ്റ് തുടങ്ങിനല്ലേ വലത്തെ ഇപ്പൊ. ഈ കാറ്റിന് തിരുവാതിര കാറ്റ് എന്ന് പറയുന്ന തോന്നുന്നത്. എനിക്കറിയില്ല, അങ്ങനെ പറയൂ. അപ്പൊ ഈ കാറ്റിന് മാങ്ങല പൂ വരുന്നത്, ചക്ക എല്ലാം ആവുന്നത് എല്ലാം ജാസ്തി.
ഇങ്ങനെ കാറ്റുണ്ടാവും. മുളകിന്റെ കാറ്റ്. നേരത്തെ ഏത് കളറിന്റെ ഇപ്പൊ നോക്ക് എന്ത് കളറായി അല്ല, അതിന്റെ മേലത്തെ തൂളും കീഴും പൊടിയും എല്ലാം പോയി. വെള്ളത്തിന്റെ കളർ നോക്ക്. ഇത് മുറിച്ചെടുക്കണമെങ്കിൽ എടുക്കണോ കുറച്ച്. അപ്പൊ ഇത് ഉണങ്ങി പിന്നെ നമുക്ക് എടുക്കാം. ഇതിനൊന്നിച്ചിടാം. നീ പറഞ്ഞ ശരി തന്നെ. ഈ വെള്ളം നോക്ക് എന്ത് കളറല്ല. ഇവിടെ നോക്ക്, ഒരു ചെളി കളർ. ഈ വെള്ളം ഇതിൽ കൊറേ കുരുകൾ ബാക്കിയുണ്ട്. ഇത് നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വിത്തിടാം. അതെ, കുരുകളല്ല കുറച്ചുണ്ട്. നമുക്ക് അവിടെ ബാർഫിന്റെ മേലെ ഇത് ഉണങ്ങിയിടാം. അതെ, അവിടെ ആവുമ്പോ നായ്ക്കളൊന്നും പോയിട്ട് അവിടെ ഇതാക്കില്ല. അപ്പൊ അവിടെ ഇടാല്ലേ വലത്തെ. അപ്പോ നമുക്ക് ഇത് വിരിച്ചിട്ട് ഇത് ഉണക്കാനാണ്. അതെ, ഇതൊക്കെ ഉണക്കണം. പറഞ്ഞ പിന്നെ നഗന്ധങ്ങൾ ആക്കണല്ലോ. കാറ്റ് മുളകെല്ലാം പറഞ്ഞു പോകുന്നത്. അതെ അതെ. അപ്പൊ വിരിച്ച ഉണങ്ങട്ടല്ലേ. മല്ലി മല്ലി ഉണങ്ങാനിടാ. വേഗം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. വെയിലത്ത് തല കറങ്ങി അങ്ങനെ ജ്യൂസ് ഇങ്ങനെ വലട്ട ഉള്ളിവട കൊടുന്നേ. അപ്പൊ അത് കുടിച്ചോണ്ട് ജ്യൂസ് കുടിക്കാന്ന്. കുടിക്കുന്ന ടൈമിൽ ഒരു ലേശം നേരം വെയിലത്തിടണം. അപ്പൊ ഇത് എടുക്കാല്ലേ. ഉണങ്ങി മുളക് ഉണങ്ങിനെ നോക്കി വരട്ടെ. ഉണങ്ങിന് മതി, പൊടിക്കാനായി. ഇനി കൊണ്ടുപോയി പൊടിക്കാം. അപ്പൊ ഇത് എടുക്കട്ടെ. എടുക്ക. വെയിൽ നോക്കി ഇതിന്റെ മേലെ ടെറസിന്റെ മേലെ എന്ത് ചൂടുണ്ട് നോക്കപ്പോ. അപ്പൊ നമ്മുടെ മല്ലി മുളകെല്ലാം ഉണങ്ങി. ഇനി ഇതിനെ പൊടിക്കണം അത്രന്നെ. അപ്പൊ എന്തുപോലത്തെ ഇനി ഒന്നും വേറെ പണിയൊന്നും ഇല്ലല്ലേ. വൃത്തിയായിട്ട് കഴുകി എല്ലാം ശരിയായിന്. അങ്ങനെ ഇനി ഇത് തിന്നാനും ഒരു മനസ്സിക്കൊരു സമാധാനം ഉണ്ടാവും അല്ലേ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്ര. ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. ബൈ.